പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ജ്ഞാനത്തിന്റെ ഗ്രന്ഥമായ സുഭാഷിതങ്ങളിൽ നിന്നുള്ള ശക്തമായ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതങ്ങൾ 9:10. മനുഷ്യൻ എന്നും അറിവിനായുള്ള നെട്ടോട്ടത്തിലാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, ലോകചരിത്രം, പ്രപഞ്ചരഹസ്യങ്ങൾ ഇവയെല്ലാം നാം പഠിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലെ അറിവുകൾക്കുമപ്പുറം നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന, നിലനിൽക്കുന്ന ജ്ഞാനത്തിന്റെ രഹസ്യമെന്താണ്? സോളമൻ രാജാവ് അതിന് ഉത്തരം നൽകുന്നു: ദൈവഭക്തി. ദൈവഭക്തിയെന്നു പറയുമ്പോൾ ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്ന ഒരവസ്ഥയല്ല ഇത്. മറിച്ച് നമ്മുടെ സ്രഷ്ടാവിനോടുള്ള ആഴമായ ബഹുമാനം, ആദരവ്, വിനയം, പൂർണ്ണമായ സമർപ്പണം എന്നിവയാണ്. നമ്മുടെ ജീവിതമാകുന്ന കെട്ടിടത്തിന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ മാത്രമേ അതിൽ പണിയുന്ന അറിവുകൾക്കും നല്ല തീരുമാനങ്ങൾക്കും നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ആ ഉറപ്പുള്ള അടിസ്ഥാനമാണ് ദൈവഭക്തി. ദൈവത്തെ ആദരിക്കുന്ന ഒരാൾ തന്റെ സഹമനുഷ്യരെയും തന്റെ സ്വന്തം ജീവിതത്തെയും ആദരിക്കും. രണ്ടാമതായി, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ലോകത്തിലെ ബിരുദങ്ങളും സ്ഥാനമാനങ്ങളും നമുക്ക് വിവരങ്ങൾ നൽകും. പക്ഷേ ജീവിതത്തെക്കുറിച്ചുള്ള സത്യവും വെളിച്ചവും തരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവാണ്. ഇത് വെറുതെ കേട്ടറിവല്ല, മറിച്ച് അവിടുത്തെ വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും നാം നേടുന്ന വ്യക്തിപരമായ ബന്ധത്തിന്റെ അറിവാണ്. ഈ അറിവ് നമ്മെ വിവേകമുള്ളവരാക്കി മാറ്റുന്നു. ഈ ലോകത്തിന്റെ താൽക്കാലികമായ ഭ്രമങ്ങളിൽ കുടുങ്ങിപ്പോകാതെ നിത്യതയെ ലക്ഷ്യമാക്കാൻ ഈ അറിവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കാം. ദൈവത്തോടുള്ള ഭക്തിയിൽ വളരാനും നമ്മുടെ പരിശുദ്ധനായ കർത്താവിനെ കൂടുതൽ അടുത്തറിയാനും അതുവഴി വിവേകമുള്ള ഒരു ജീവിതം നയിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയുള്ള ജ്ഞാനവും അറിവും നമ്മുടെ ജീവിതത്തിൽ സമർത്ഥമായുണ്ടാകട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.